ഗുഡ് മോർണിംഗ് ടു എവറിബഡി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നടന്നു പോവുകയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിയന്ത്രണം, കൺട്രോൾ പല രീതിയിലും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കാൻ പോലും നമ്മൾ ഭയപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ ചിന്ത അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൺഫേമിസ്റ്റ് ആവുന്നത് നമ്മൾ കണ്ടു. ഭാവിയിൽ ദേശീയതയ്ക്കോ ലാർജർ ദേശീയതയ്ക്കോ ഭരണാധികാരി എന്ന് കരുതുന്ന എന്തിനുമോ ഈ ചിന്ത ഭാവിയിൽ അപകടകരമായേക്കാം എന്ന ഒരു സാധ്യതയെ അല്ലെങ്കിൽ ഒരു വിദൂര സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് അതിഭയങ്കരമായ രീതിയിൽ എഴുത്തുകാരെയും കലാകാരന്മാരെയും ഭയപ്പെടുത്തുകയാണ്. പ്രതിഷേധിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്നവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മോബ് ലിഞ്ച് ചെയ്തും കായികമായി തന്നെ ആക്രമിച്ചു തുരത്തിയും അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തന്നെ ആയുധങ്ങളെ ഉപയോഗിച്ചും അച്ചടക്കക്രമങ്ങളെ ഉപയുക്തപ്പെടുത്തി ജയിലിലടച്ചും രാജ്യദ്രോഹമെന്ന് മുദ്രകുത്തിയും തെന്നി നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഒരു വല്ലാത്ത കറുത്ത കാലമാണ്. ആ കാലത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. നമ്മൾ പല പ്രാവശ്യവും ഞാൻ ഇത് പ്രത്യേകിച്ച് എഴുത്തുകാരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് മാത്രമേ സംസാരിക്കുള്ളൂ. കാരണം ഒരു പൊതു വ്യക്തി എന്നുള്ള ഒരു സ്ഥാനമുണ്ട് എന്തായാലും. പക്ഷെ അതിനുപരി ഒരു എന്താ പറയുക, എഴുത്തുകാരി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് സംസാരിക്കുമ്പോൾ എഴുത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് രണ്ട് നമുക്ക് കുറേ തരം എഴുത്തുകളായിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ അത് വേറെ എന്താ പറയുക തിരിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ യു വുഡ് ടോക്ക് അപ്പ് ഫെമിനിസ്റ്റ് റൈറ്റിംഗ്, ദലിത് റൈറ്റിംഗ്, പൊളിമിക് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ തിങ്സ് ദർ ആർ ബേസിക്കലി ടു കൈൻഡ്സ് ഓഫ് റൈറ്റേഴ്സ്. ഒന്ന് തൻ്റെ ഇടം ഉള്ളൊരു റൈറ്റർ, and the other one is a writer who wants to confirm. So what happens is that ഈ ഒരു റൈറ്ററിൻ്റെ ഉള്ളിൽ എന്നും രണ്ട് ഫോഴ്സസ് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഒന്ന്, യു വോണ്ട് ആസ് എ റൈറ്റർ യു ആർ എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് യു വോണ്ട് എപ്ലോസ്. അപ്പോൾ ഈ എപ്ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയും പ്ലേയിങ് ടു ദ ഗാലറി. പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളല്ല, പക്ഷേ പൊതുജനത്തിന് എന്താണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ പൊതുജനത്തിന് എന്താണ് വായിക്കേണ്ടത്, ആ ഒരു ആശയത്തിനെ കുറിച്ച് എഴുതുക. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു റൈറ്ററിന് അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എടുക്കാൻ പറ്റില്ല. കാരണം തൻ്റെ ഇടം എന്ന് പറയുമ്പോൾ, എഴുത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി അതിൽ തൻ്റെ ഇടം അല്ലെങ്കിൽ കറേജ് വരണം, ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്ക് അത് വരണം. കാരണം അല്ലെങ്കിൽ ഒരു നാളെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിജിറ്റൽ ഏജിൽ ഇപ്പോൾ യു ഗെറ്റ് ആപ്സ് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒരു ഫസ്റ്റ് ലൈന് ഫീഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മിഡിൽ ഒരു ലൈൻ ഫീഡ് ചെയ്യുക, തേർഡ് ലൈന് ഫീഡ് ചെയ്യുക. അത് ദ ആൽഗോറിതം വിൽ ഫിനിഷ് ദ സ്റ്റോറി. നമുക്കൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അതിനെയൊക്കെ മറികടന്നിട്ടാണ് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ജീവിക്കേണ്ടത്. ഒരു പൊതു ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ജസ്റ്റ് വാട്ട് ഈസ് there now but what is going to be there in a few years time. That is where the writer has to pitch himself or herself. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ വിഷയങ്ങൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ particularly there are many taboo issues. അതിനെക്കുറിച്ച് എഴുതിച്ചാൽ എന്തായാലും യു ആർ ഗോയിങ് ടു കം അണ്ടർ ദ പബ്ലിക് സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഗവൺമെൻറ്റൽ സ്ക്രൂട്ടിനി. അതുകൊണ്ട് അത് എഴുതിയ എന്തിനാണ് ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ തലയിൽ ഏറ്റെടുക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ട് ധാരാളം എഴുത്തുകാർക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ഗ്രൂപ്പ് ഓഫ് ലിറ്റററി ക്രിറ്റിക്സിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാലമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ആണ്. ഐ ജസ്റ്റ് വോണ്ട് ടു നോ വാട്ട് ഡു പീപ്പിൾ ഹു ലിവ് ഇൻ ഗുജറാത്ത് തിങ്ക് ഓഫ് ഗുജറാത്ത്. 2-3 ദിവസം മുമ്പ് ഐ സ്പോക്ക് ടു എ മെമൻ, കച്ചി മെമൻ, ഹൂസ് ഫ്രം ഭാവ്നഗർ. അപ്പോൾ ഹിസ് പോയിന്റ് ഓഫ് വ്യൂ ഇസ് വെരി ഡിഫറെൻറ്റ് വെൻ യു സ്പീക്ക് ടു എ ഹിന്ദു ഫ്രം ഗുജറാത്ത്. പക്ഷേ എന്താ വെച്ചാൽ ഇവർ രണ്ടാളും പറയുന്ന ഒരേ കാര്യമാണ്,
ഗുജറാത്ത് കമ്മ്യൂണിറ്റി ഈസ് വെരി പോളറൈസ്ഡ്. ഇറ്റ് ഈസ് വെരി പോളറൈസ്ഡ്. പക്ഷേ പ്രൈവറ്റായിട്ട് ഓരോരുത്തർ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണ മാതിരി തന്നെയാണ് ആ വാട്ട് ഈസ് കോൾഡ് എ ലിബറൽ തോട്ട് പോയിന്റ്. അതുതന്നെയാണ്. പക്ഷേ പൊതുവേദിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിലോ എഴുതാനോ ആ ധൈര്യം ഇല്ല. അപ്പോൾ അവിടെയാണ് ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിക്കുള്ള ഒരു പ്രത്യേക റെസ്പോൺസിബിലിറ്റി എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പേടിച്ച് ജീവിച്ചാൽ എങ്ങനെയാണ് എന്തെങ്കിലും സംതിങ് ഓഫ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ ട്രൂ മാഗ്നിഫിസൻസിനെ കുറിച്ച് എഴുതാൻ പറ്റുക? അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു എനിക്കെന്തായാലും കുഴപ്പമില്ല, എൻ്റെ ആശയമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ധൈര്യം കാണിക്കാനുള്ള ഒരു ലോകത്തിൽ നമ്മൾ ആദ്യം ഇറങ്ങണം. അത് കഴിഞ്ഞാലാണ് പിന്നെ നിയന്ത്രണത്തിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ചെങ്കിലും ഭേദപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ 18 വയസ്സിൽ എഴുതിയ ഒരു കഥ എനിക്കിപ്പോൾ എഴുതാൻ പറ്റില്ല. ലെസ്ബിയൻ പശു എഴുതുമ്പോൾ 18 വയസ്സാണ്. ആ 18 വയസ്സിലുള്ള കഥ ഞാനിപ്പോൾ എഴുതിയാൽ അദൃശ്യമായ പശു അല്ലെങ്കിൽ പശുവിൻ്റെ ദേശീയതയെ, മൊബോക്രസിയെ, പശുവിനെ കൊല്ലുന്നവൻ അല്ലെങ്കിൽ പശുവിനെ പൂജിക്കാത്തവനെ തല്ലിക്കൊല്ലുന്ന, റോട്ടിൽ വെച്ച് പരസ്യമായി തല്ലിക്കൊല്ലുന്ന, പരസ്യവിചാരണ ചെയ്യുന്ന ഒരു കഥ ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെന്നെ റോട്ടിൽ നിന്ന് അടിച്ച് കൊല്ലും. എനിക്ക് ഭയങ്കര ഭയം. എഴുത്തിൽ നിന്നും കഴുത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ കേരളത്തിൽ പോലും സുശക്തമാണ് എന്നതാണ് നമ്മളെ ഇത്രയധികം ആധി പിടിപ്പിക്കുന്നത്. കേരളത്തിലെ വാർത്തകൾ എല്ലാവരും വളരെയധികം ഔത്സുക്യത്തോടെയാണ് കേട്ടിരുന്നത്. നവോത്ഥാനത്താൽ ഉഴുതുമറിക്കപ്പെട്ട മണ്ണ്, ശ്രീനാരായണ ഗുരു ആണെങ്കിലും മഹാത്മാ അയ്യങ്കാളി ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള നവോത്ഥാന നായകരെല്ലാം തന്നെ വളരെ കാര്യമായിട്ട് ഇവിടെയുള്ള നിലവിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ സ്വാതന്ത്ര്യത്തെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബ്ലാസ്ഫെമി സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ബ്ലാസ്ഫെമി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ ദൈവനിന്ദയല്ല. ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക്, ഒരു കലാകാരന് ദൈവമായിട്ട് കരുതുന്ന എന്തിനേയും അല്ലെങ്കിൽ അധികാരിയായിട്ട് കരുതുന്ന എന്തിനേയും ചോദ്യം ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. വെറുതെ ഒരാളെ തെറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു അധികാര വ്യവസ്ഥയെയും നിലവിലുള്ള അധീശത്വത്തെയും ഹെജിമണിയെയും ഒക്കെ ഓരോ എഴുത്തുകാരനും ഓരോ കലാകാരനും ചോദ്യം ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് യഥാതഥമായിട്ടുള്ള ചിന്തയുടെയും എഴുത്തിൻ്റെയും ആ ഒരു ഫ്ലോറിഷ്മെൻ്റ്, എന്തേച്ച് പറഞ്ഞ മാതിരി ഒരു അതിൻ്റെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ കേരളം ഇപ്പം അതിന് പാകപ്പെട്ടിട്ടില്ല. കാരണം നവോത്ഥാനം കുഴിച്ചു മൂടിയ എല്ലാ സാധനങ്ങളെയും കേരളത്തിലെ വാർത്തകൾ കേട്ടോ എന്നറിയില്ല, ഇവിടുത്തെ ഏറ്റവും രസകരമായ അശ്ലീല പദം നാമജപം എന്നതാണ്. നാമജപം എന്ന് പറയുന്ന പദം തെരുവിൽ ആളുകൾക്ക് പരസ്പരം തെറി വിളിക്കാനും അല്ലെങ്കിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ പരസ്യമായി തെരുവിലേക്കും മനുഷ്യർക്ക് നേരെയും വലിച്ചെറിയുവാനുമുള്ള ഒരു അശ്ലീല പദമായിട്ട് നാമജപം എന്ന് പറയുന്ന ഒരു സാധനം മാറുക എന്നുള്ളത് ഞെട്ടലോടുകൂടി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇപ്പം ശബരിമല ഇപ്പം ഞാൻ നരവംശാസ്ത്ര വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഞങ്ങളുടെ ആദിവാസികൾക്ക് സ്റ്റേക്ക് ഹോൾഡർഷിപ്പുള്ള ഒരു സ്ഥലമാണ്. അവർക്ക് ഒരുപാട് ആചാരങ്ങളും റിച്വൽസും അവരുടെ പല കാര്യങ്ങളും അതിലുണ്ട്. പക്ഷെ ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് ഹിസ്റ്ററിക്കലായിട്ടുള്ള സത്യങ്ങൾ മാത്രമല്ല, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സിൻ്റെ പീക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂവിനെ കേരളത്തിലുള്ള ആൾ എന്നാൽ പുറത്ത് താമസിക്കുന്ന ആൾ എങ്ങനെയാണ് അതിനെ വായിക്കുന്നത്? ഓക്കെ, പേഴ്സണലി സ്പീക്കിംഗ് ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദു ആണ്. പറഞ്ഞാൽ ഞാൻ ദൈവവിശ്വാസിയല്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും എൻ്റെ ഫുൾ വിശ്വാസമാണ് ദൈവം ആണും പെണ്ണായിട്ട് പിരിക്കില്ല ഒരു ഡെവോട്ടീനെയും.
പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറം അതുകൊണ്ട് സ്ത്രീ പ്രവേശനം ശബരിമലയിൽ തെറ്റാണ് അല്ലെങ്കിൽ മതവിശ്വാസത്തിന് തെറ്റാണെന്നൊന്നും ഞാൻ എന്നും അത് പറയാൻ ഞാൻ റെഡിയാവില്ല. കാരണം ഐ ബിലീവ് ദാറ്റ് ഗോഡ് ഷുഡ് ബി അവൈലബിൾ ടു മാൻ, വുമൻ, ചൈൽഡ്, LGBTQ, whatever denomination one wants to break humanity into. പക്ഷെ അതിനേക്കാട്ടിലൊക്കെ എനിക്ക് തോന്നുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്താണ് കേരളം സഫർ ചെയ്തത് ഓഗസ്റ്റിൽ. വി ഹാഡ് എ ബിഗ് ഹ്യൂജ് ഫ്ലഡ് ഹിയർ. ആ സമയത്തിൽ എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം ആൾക്കാർ അത് വായിച്ചു എന്ന്. പമ്പ റിവർ ആക്ച്വലി എൻക്രോച്ച് ചെയ്ത സ്ഥലം മുഴുവൻ പമ്പ റിവർ തിരിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഇതിൽ 2-3 പോയിന്റ്സ് ഓഫ് വ്യൂ ഉണ്ട്. ഒന്ന്, ഐതിഹ്യം നോക്കുക വെച്ചാൽ അയ്യപ്പൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കാട്ടിലേക്ക് പോയത്. അതിൻ്റെ പിന്നാലെ ഒരു കോടിക്കണക്കിൽ ജനങ്ങൾ പോണു അയ്യപ്പനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഒരു ദൈവത്തിന് അയാൾക്ക് whatever the power, if that power needs to rest, allow that power to rest. രണ്ടാമത്, അത് ഇറ്റ്സ് എ ടൈഗർ റിസർവ്. ആ ടൈഗർ റിസർവ് കൂടെ ഇക്കണ്ട് ആൾക്കാർ പോവുക വരിക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ആസ് എ ഹിന്ദു, ഐ നോ ആസ് എ ഹിന്ദു എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവമുണ്ട്. നമുക്കൊരു ദൈവാലയം വേണമെന്നുള്ള ഒരു ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഞാനിത് പിന്നെയും പറയേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ ജസ്റ്റ് പ്ലീസ് ഷട്ട് ദാറ്റ് ടെമ്പിൾ ഡൗൺ, ലെറ്റ് ദ ടൈഗേഴ്സ് റോം ഫ്രീ. അവിടെയാണ് ദൈവത്തിനെ കാണേണ്ടത്. അല്ലാതെ ഒരു ആചാരം എന്താണ് അത് നിലനിർത്താൻ, അല്ലെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വയലൻസ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇത്ര എന്താ പറയുക ബ്ലഡ് ഷെഡ് ആൻഡ് ഹേറ്റ്രിഡ് ആൻഡ് പൊളിറ്റിക്സ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ദൈവം എല്ലായിടത്തും ഉണ്ട്. നമുക്ക് എന്താ പറയുക ശബരിമലയിൽ പോയിട്ട് മാത്രമേ അയ്യപ്പനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു എവിടെയും അങ്ങനെ എഴുതിയിട്ടില്ല. സോ ലീവ് ദ ലാൻഡ് ടു ദ ആക്ച്വൽ dwellers of that place. Leave the land to the animals. അതിലാണ് ദൈവം കാണുക. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഈ പൊളിറ്റിക്സിൽ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഗോഡ് എനി വിച്ച് വേ. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി, it shouldn't become ശബരിമലയിൽ പോണത്, it shouldn't become a point, a statement. Statementനെ കാട്ടിലും it should be like, if you have true faith, you can do all of these things in your own house or all of that. അതിന് there is absolutely nothing to prevent you. പക്ഷേ എനിക്ക് തോന്നുന്നു in this country we have bigger issues to deal with. അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഓക്കെ, ഈ അടുത്ത കാലമായിട്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ ലെപ്രസിയുടെ 1,25,000 പുതിയ കേസസ് have become visible. കേരളം 2003 India 2003 they have got a notice from the WHO saying that leprosy has been eradicated in India, which is not true. 1,25,000 cases have come up now. So we have bigger issues to be dealing with, bigger things to be worrying about. അതിൻ്റെ ഇടയിൽ പേഴ്സണൽ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ എജൻഡയും ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഇഷ്യൂകൾ കണ്ടുപിടിക്കുകയാണ് ജനങ്ങളല്ല പൊളിറ്റിക്കൽ പാർട്ടീസ്. അതിൽ നമ്മൾ പൊതുജനങ്ങൾ വിഡ്ഢികളെ പോലെ, അല്ലെങ്കിൽ ഈ എന്താ പറയുക ആട്ടിൻകൂട്ടത്തിന് പോണ മാതിരി നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. So all we are doing is we are playing to the political parties and letting them create an atmosphere of violence, atmosphere of hatred, of polarization. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പോയിന്റിൽ പൊതുജനം ഒരു സ്റ്റാൻഡ് എടുക്കണം. ഇതിലേക്ക് ഒന്നും നമ്മൾ ആരും ഇറങ്ങണില്ല. അവർ തമ്മിൽ തല്ലി തച്ച് എന്താ ചെയ്യട്ടെ. Let us stay out of it. Let us believe in what we want to believe, but let's stay out of politics എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം ആൻഡ് വിശ്വാസം. അല്ല, അതിനോട് എനിക്കും യോജിപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ചേച്ചി. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും നമുക്ക് കയറാനുള്ള ഒരു സമയം പോലെ തന്നെ പ്രധാനമാണ് ഇറങ്ങാനുള്ള സമയവും. കേരളം പോലെയുള്ള ഒരു സമൂഹം
KLF ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകളൊക്കെ ശബരിമലയ്ക്ക് പോകുന്നതിന് ബദലായിട്ട് ഇപ്പോൾ KLF അത്ര വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾക്കും വിജ്ഞാനത്തിനും പലതരത്തിലുള്ള സംവാദങ്ങൾക്കുമുള്ള ഇടങ്ങളിലേക്ക് കയറി വരേണ്ടുന്നതിന് പകരം ക്ഷേത്രങ്ങളിൽ ആളുകളെ കയറ്റുക എന്നുള്ളത് ആരുടെ അജണ്ടയാണ്? ആർക്കാണ് ക്ഷേത്രങ്ങളിൽ ആള് കുറയുമ്പോൾ ആദ്യം ഉണ്ടാവുക എന്ന് നമ്മൾക്ക് ആലോചിച്ചാൽ അറിയാം. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ ആളുകളെ കയറ്റുക എന്നുള്ളത് ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു അജണ്ടയാണ്. ക്ഷേത്രങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങേണ്ട സമയത്താണ് ആളുകൾ കയറാൻ വേണ്ടിയിട്ട് ഭ്രാന്ത് പിടിച്ചു പോകുന്നത്. ആ സ്ഥലം പൂട്ടിയിടുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ രണ്ടാമത് ചേച്ചി പറഞ്ഞ ഒരു കാര്യം, കുഷ്ഠരോഗം പോലെയുള്ള രോഗങ്ങൾ. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ വികസന പട്ടിക എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ സൂചികകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന് തന്നെ അത്ഭുതകരമാം വണ്ണം മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ലോക ആരോഗ്യത്തിൻ്റെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വീഡനെയോ നോർവേയോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിനെയോ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള പൊതുജന ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതൊരു പെട്ടെന്ന് പൊടുന്നനെ ഒരു രാവിലെ പൊട്ടിമുളച്ച് ഉണ്ടായതല്ല. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ പൊതുജന ആരോഗ്യ പ്രവർത്തകരും തലയ്ക്ക് വെളിവുള്ള മനുഷ്യരും എല്ലാവരും ചേർന്ന് നിരന്തരം നടത്തിയിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വികാസ സൂചികകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മറ്റേത് സംസ്ഥാനങ്ങൾക്കും അത്ഭുതകരമായ മാതൃകയായിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം. അവിടെ ഇറാഡിക്കേറ്റ് ചെയ്ത് നമ്മൾ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കുഷ്ഠരോഗം പോലെയുള്ള സംഗതികൾ ഒരു സെക്കൻഡറി ഡിസീസായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് പല വടക്കഞ്ചേരികളെയും പല വൈദ്യന്മാരെയും ക്രിമിനൽ കുറ്റം ചുമത്തി അകത്തിടാത്തത് കൊണ്ടാണ്. ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കാര്യമായി ആക്റ്റീവായിട്ട് എഴുതിയ ആളുകളുടെ പേരിൽ വ്യാജമായ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ കേസ് എടുത്തിട്ടും ആ കേസ് നീക്കം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്ന അസംഖ്യം ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ ആളുകളെ ഇതുപോലെ ഈ കുഷ്ഠരോഗം വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് പറയാൻ ഒരു പേടി, എന്താ ജേക്കബ് വടക്കഞ്ചേരിയോ അതുപോലത്തെ ഗജ ഉടായിപ്പ് ഫ്രോഡുകളാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. വാക്സിനേഷനെതിരായിട്ടും ആരോഗ്യ സംവിധാനങ്ങൾക്കെതിരായിട്ടുമുള്ള അതിഭയങ്കരമായ രീതിയിലുള്ള ഒരു നെഗറ്റീവ് പ്രൊപ്പഗാൻഡ പുറകിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി യൂണിഫോം സിവിൽ കോഡ്? അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ളൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറും, ഇന്ത്യയുടെ മൊത്തം പ്രശ്നങ്ങളും തീരും എന്ന് പറയുന്നതിനെ കുറിച്ച് യോജിപ്പുണ്ടോ ചേച്ചിക്ക്? So again, I believe that everybody is equal in the eyes of law. Okay, you cannot, the moment you start, see, one of the biggest problems that India had was segregation of states by language. അവിടെ തന്നെ നമ്മളൊരു ഭാഷയിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൺട്രി ഫോം ചെയ്തപ്പോൾ അത് സ്റ്റേറ്റ്സ് ആയിട്ട് പിരിച്ചപ്പോൾ ബൈ യൂസിങ് ലാംഗ്വേജ് ബേസ്ഡ് സ്റ്റേറ്റ് ആയി അത് ഇറ്റ് ആക്ച്വലി ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ആ സമയത്തല്ല, ഇവൻച്വലി ഇപ്പം നമ്മൾ കർണാടകയിൽ പോയി എവിടെ നോക്കിയാലും യു ഹാവ് ടു ഹാവ് കന്നഡ ബോർഡ്സ്. അപ്പോൾ ഒരു നോൺ കന്നഡിക അവിടെ വന്നു വെച്ചാൽ എന്ത് ചെയ്യും? അത് ആ ഒരു ആലോചനയല്ലേ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. വൈ ഷുഡ് വി ഫീൽ ലൈക്ക് വി ആർ എൻ ഏലിയൻ ഇൻ അനദർ സ്റ്റേറ്റ്? അപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്രിഗേഷനാണ്. ദ സെയിം തിങ് അബൌട്ട്, ഐ ബിലീവ് ദാറ്റ് we should have a uniform civil code. I really do believe that. കാരണം it cannot be that, you know, a Muslim woman is treated differently from a Hindu woman. Hindu Marriage Act എങ്ങനെയാണ്, ട്രിപ്പിൾ തലാഖ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. 1000 കാസ്റ്റുകൾ, ഒരു 10,000 ഡയലക്ട്സ്, പിന്നെ കുറേ തരം എന്താ പറയുക മതവിശ്വാസങ്ങൾ. ഒരു ഹിന്ദുയിസം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഷൈവൈറ്റ്സ്, നോൺ ഷൈവൈറ്റ്സ്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സോ ഹൗ ആർ യു ഗോയിങ് ടു ലെജിസ്ലേറ്റ് based on these kind of divisions? How are you going to have some form of
ഇക്വാലിറ്റി. അപ്പോൾ ആ ഒരു ഇങ്ങനത്തെ ഒരു ബിക്കോസ് വി ആർ എന്താ പറയുക എ മിക്സ്ചർ ഓഫ് സോ മെനി തിങ്സ്, വി നീഡ് സംതിങ് യൂണിഫോം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിഫോം ആണെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അവിടെയും ദർ ആർ തിങ്സ് ദാറ്റ് ഹാവ് ബീൻ പോപ്പിംഗ് അപ്പ് വിച്ച് ഇസ് എൻ ഇഷ്യൂ. സോ these are beginnings. I am not saying that a uniform civil code is eternal, but it is a beginning to at least try and turn this divided country into some form of a uniform country. എനിക്ക് ഈ കാര്യത്തിൽ ചേച്ചിയോട് ഫുള്ളായിട്ട് യോജിപ്പാണ്. കാരണം യൂണിഫോം സിവിൽ കോഡ് നമുക്ക് അറിയുന്ന വേറൊരു കാര്യം, കൊള്ളാവുന്ന ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ രാജ്യത്തിൻ്റെ സെൻട്രൽ സർക്കാരുകളുടെ സുപ്രധാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫൻസ് പോലെയുള്ള സംഗതികളാണ്. ബാക്കിയുള്ള എല്ലാ സംഗതികളും ഫെഡറൽ സ്റ്റേറ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ യൂണിഫോം സിവിൽ കോഡിനെ നോക്കുമ്പോൾ അതിനെ പലപ്പോഴും ഹിന്ദു സിവിൽ കോഡായിട്ടാണ് വായിക്കാൻ കഴിയുന്നത്. എസ്പെഷ്യലി കുറച്ചുകൂടി അടുത്ത് എന്ന് നോക്കുമ്പോൾ അത് മറാത്ത ബ്രാഹ്മണൻ്റെ സിവിൽ കോഡായിട്ടാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് എല്ലാതരം ഈ വ്യത്യസ്തമായ സംസ്കാരങ്ങളെയും എല്ലാതരം വ്യത്യസ്തമായ ചിന്താധാരകളെയും ഭാഷയെയും വസ്ത്രത്തെയും ഒക്കെ നമ്മൾ അതായി തന്നെ ആ വൈവിധ്യത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയും അതിന് എക്സ്പ്രഷനുള്ള ഒരു വേദി ഒരുക്കുകയും ചെയ്യുന്നതിന് അത് തടസ്സമാവും എന്നാണ് എൻ്റെ ഒരു ഭയം. പിന്നെ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ലോകത്തിലെ വായിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ട രണ്ട് നോട്ടുകളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന ജനാധിപത്യവും ഇന്ത്യയുടെ ജനാധിപത്യവും തമ്മിൽ ഭയങ്കര വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഞാനൊരു യൂറോപ്യൻ രാജ്യങ്ങളുടെ വക്താവൊന്നുമല്ല, പക്ഷേ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണോ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നിന്ന് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കുമ്പം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, എൻ്റെ ഇന്ത്യ എന്തൊരു ജനാധിപത്യ രാജ്യമാണ്. ഞാൻ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഫ്രാൻസിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ജനാധിപത്യ ബോധത്തെ, അതായത് വധശിക്ഷ പോലെയുള്ള സംഗതികൾ ഒഴിവാക്കിയിട്ടുള്ള രാജ്യങ്ങളെ നോക്കുമ്പോൾ എനിക്ക് ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് ഭയങ്കര ഒരു ആകുലത അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 2-3 ലോക മഹായുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും അസംഖ്യം മനുഷ്യരുടെ ജീവനുകളും ബലി കൊടുത്തുകൊണ്ടാണ് ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യം പുലർത്തപ്പെട്ടിട്ടുള്ളത്. അത് പരിണമിക്കപ്പെട്ടുണ്ടായിട്ടുള്ളതാണ്, ഇവോൾവ് ആണ്, സ്പോണ്ടേനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് 3000-4000 വർഷങ്ങളുടെ ജാതീയതയുടെയും വർഗീയതയുടെയും മണ്ണിലാണ് ബാബ അംബേദ്കർ നമുക്ക് കൊണ്ടുവന്നിട്ട് ഈ ഭരണഘടന വെക്കുന്നത്. രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്വാതന്ത്ര്യ സമരം നമുക്കുണ്ടായിരുന്നു, പക്ഷെ ആ സ്വാതന്ത്ര്യ സമരമല്ല ഈ ഭരണഘടനയെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ ജനാധിപത്യം കോൺസ്റ്റിറ്റ്യൂഷണൽ ജനാധിപത്യമാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ജനാധിപത്യത്തെ പറ്റി? കോൺസ്റ്റിറ്റ്യൂഷണൽ ജനാധിപത്യം, ഇന്ത്യയുടെ ജനാധിപത്യം, അതിനെക്കുറിച്ച് ചേച്ചിയുടെ ഒരു. So again, the constitution was constituted in a particular era. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, I mean any constitution has to change with times. അപ്പോൾ അവിടെയാണ് നമ്മളുടെ എന്താ പറയുക, ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഹാസ് എ ഡെഫിനറ്റ് റോൾ ടു പ്ലേ. പക്ഷെ അവിടെ എന്താ വരുന്ന വെച്ചാൽ വോട്ട് പോളിറ്റിക്സ്, വോട്ട് ബാങ്ക്സിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എന്താണ് ട്രീറ്റഡ് ഇൻ എ സർട്ടൻ ഫാഷൻ. ശരിക്കുള്ള ഒരു സെറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് ഇരുന്നിട്ട്, അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്, നമ്മൾ മെമ്പേഴ്സ് ഓഫ് പാർലമെൻ്റ് ആയിട്ട് വോട്ട് ചെയ്യണത് എല്ലാവരും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടും അല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്യുമെൻ ഉള്ളൊരു വ്യക്തിയുമല്ല. Many of them are there because they know how to be there, athre ullu, and there is nothing else to it. So in a country where corruption is just as strong as democracy is,
or just as weak as democracy, or just as strong as weak as democracy is, we need constitutional experts. We need constitutional experts who are anthropologists, who are social scientists, who can tell us that, look, the world has changed, things have changed, we need to change the constitution. I won't say change, amend the constitution, depending on what the society has turned into at this given point of time. So every 10 years probably, we need to have a re-look at the way the constitution was created and formulated. Appo avadana we need to start thinking, Nalana, we can even talk about having a constitution that is going to uphold democracy. 5 മിനിറ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കരിദിനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസം കടന്നുപോയി. സാമ്പത്തിക സംവരണത്തെ 3-4 പേരെ എതിർത്തുകൊണ്ട് ബാക്കി എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് വോട്ട് ചെയ്ത് സുപ്രീം കോടതി എന്തായിരിക്കും പറയാന്നുള്ളത് മാത്രമേ ഒരു പ്രതീക്ഷയുള്ളൂ. സാമ്പത്തിക സംവരണം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് കൂടി നമുക്കൊരു അല്ല, എനിക്ക് സാമ്പത്തിക സംവരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര തമാശയായിട്ടാണ്. കാരണം സംവരണം എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ വളരെ അബദ്ധജടിലമായിട്ടുള്ള ധാരണകളാണുള്ളത്. എന്തോ സംവരണം ആരുടെയോ ഒരു ഔദാര്യമാണ്, അല്ലെങ്കിൽ സംവരണം കാരണമാണ് എനിക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയുള്ള വിചാരങ്ങളുമായി നടക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. സംവരണം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമാണെന്നും വർഷങ്ങളായിട്ട്, കാലങ്ങളായി, ദശാബ്ദങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനീതിയും ചൂഷണവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ മുഖ്യധാരയിൽ തുല്യത നൽകുവാൻ വേണ്ടി, അവരുടെ സാമൂഹ്യ അവശതകൾ കണക്കിലെടുത്ത് തുല്യത നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രക്രിയയാണ് എന്നും തിരിച്ചറിവില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സാമ്പത്തിക സംവരണം പോലെയുള്ള ഒരു സംഗതി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമ്പത്തിക സംവരണം മുന്നോക്ക ജാതിക്കാരിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊടുക്കുന്ന ഒരു പുതിയ നിയമം ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കി. അതിനെക്കുറിച്ച് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? നോ, ചേച്ചിയുടെ ഒരു കണ്ടംപററി ഒരു ഇക്കണോമിക് reservation for the reservation on the basis of okay, so again, I know when I had written about this when Hardik Patel had actually had the agitation talking about how the Patels need to be included in the OBC community and so on. So again, I think in all the time that has passed, yes, we need reservation for the underprivileged. What is an underprivileged? We need to define that. It increasingly, underprivileged cannot just be about caste. You can have a very upper caste person, technically upper caste, but who's just as underprivileged as probably an Adivasi from Attapadi. So I think it's important that this definition of underprivileged is linked also to the economic situation of that person. If that is able to be put into effect, then probably reservation has meaning. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ്, പണ്ട് കാലത്ത് നമുക്കറിയാം എന്തായിരുന്നു നമ്മുടെ ഈ ഫ്യൂഡൽ സിസ്റ്റം എന്തായിരുന്നു എന്നൊക്കെ അറിയാം. ഇപ്പോഴും ഇന്ത്യയുടെ ചില വേറെ കുറേ ഭാഗങ്ങളിൽ, ഞാൻ ഇപ്പോൾ കേരളത്തിൽ വേണമെങ്കിൽ അത്ര തന്നെ ഉണ്ടാവില്ല, പക്ഷെ തമിഴ്നാടുവിൽ പോയ ഈ കാലഘട്ടത്തിലും കൂടെ മാനുവൽ സ്കാവെഞ്ചിങ് നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നോക്കുന്ന സമയത്ത് ശരി, ഓൺ ദ വൺ ഹാൻഡ് യു ഹാവ് സർട്ടൻ കാസ്റ്റ് who have been downtrodden literally and figuratively. അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു ഈക്വൽ സിറ്റിസൺ ആക്കാൻ അവരെ. പക്ഷേ at the same time I also think it's important that we also look at the economic aspect of it. സാമ്പത്തിക സംവരണം വരുന്നതിന് വേറൊരു രീതിയിൽ എനിക്ക് യോജിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ജാതികൾക്കും അവരുടെ ജനസംഖ്യ അനുപാതികമായിട്ട് സംവരണം നൽകുക.
അപ്പം അതിനധികമായിട്ട് ഏതെങ്കിലും ജാതി മുന്നോക്ക ജാതി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കുക. അതിൻ്റെ സംവരണം എല്ലാവർക്കും കൊടുക്കുക. അത് എനിക്ക് തോന്നുന്നില്ല NSS പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ്, എനിക്ക് തോന്നുന്നു നരേന്ദ്ര കമ്മീഷൻ്റെയും മറ്റ് പല റിപ്പോർട്ടുകളും എടുത്ത് പരിശോധിക്കുമ്പം കേരള സർക്കാരിൻ്റെ കാര്യത്തിൽ തന്നെ 29% പ്ലസ്സാണ് മുന്നോക്ക എസ്പെഷ്യലി നായർ കമ്മ്യൂണിറ്റിയിലെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എല്ലാം തിരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം പേടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ദ സെഷൻ ഇസ് ഓപ്പൺ ഫോർ എ ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ, യാ ഷുവർ. Good morning, ma'am. I've observed that our country, India, has a tendency to unite in adverse conditions and later disintegrate in a comfort zone. So, what's your take on this observation? I need the opinion of both Indu ma'am and Anita ma'am. So, I don't know how much of cricket you watch, or at least when I was growing up, a cricket match between India and Pakistan was almost like a battle. It used to polarize the community completely. Every cricket watcher was either for India or for Pakistan. And, it used to be that we used to fight our battles on the cricket field. And it was like at that point, even people who didn't like each other but who supported India would stay together. That, there was a kind of, we need that adversity to unite us. Unfortunately, the problem with adversity, like the problem with prosperity or calm and peace, it's never forever. It dissipates very quickly. And so you cannot build national sentiment based on adverse circumstances. It has to be something that has to come from within. You have to feel, I am an Indian. I'm truly proud to be an Indian. This is my country. I take it with its warts and flaws and everything, but I can also see the good things about my country. So unfortunately, this is something that is not distilled into every child. We talk about nationalism. If you grew up in the 60s and 70s, nationalism had diluted already. It wasn't the same as somebody who grew up in the 40s and 50s who knew what it was to be a colony. And then thereafter, in the 80s and 90s, and now the millennials completely, what we didn't have, nobody remembers that we didn't have freedom once, that we were second-class citizens. To this day, if you go to Europe and if you're going to go into an immigration counter, you immediately see EU nationals and you see other passports. And even in the other passports, if you're an American, you're treated differently than if you're an Asian or an African. So we generally are, all the colonial powers, the non-white countries, are always seen as second-class citizens. But in our own country, we are first-class citizens. And we don't seem to somehow recognize that. We don't seem to feel that we owe something to this country. It's all about how much is this country giving me? What is this country giving me? I think it's time we start asking this question, what do we give this country? It's only when you do that, you're going to have national sentiment, and it's only then there is going to be unification. ഞാനിതിനെ കുറച്ചുകൂടി പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത്. ഹരാരി ഏതൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഹ്യൂമൻ കൈൻഡ് സ്പീഷീസ്, ഹ്യൂമൻ സ്പീഷീസ് എന്ന് പറയുന്നത് 8, 9, 10 ഉണ്ടായിരുന്നു. ഹോമോ നിയാൻഡർതലൻസിസ്, ഹോമോ സൊലാറിസ്, ഹോമോ ഫ്ലോറൻസിസ്, ഹോമോ ഡെനിസോവൻ, ഹോമോ ഇറക്റ്റസ്, അങ്ങനെ ഒരുപാട് ഹ്യൂമൻ കൈൻഡ് ഉണ്ടായിരുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ 1000 ppm to 1200 ppm ഉണ്ടായിരുന്ന ആളാണ് നിയാൻഡർതാൽ മനുഷ്യൻ. കായികമായ ശേഷിയും
പേശീബലവും അത്യധികമായിട്ടുള്ള തണുപ്പിനെ അതിജീവിക്കാനുള്ള ശക്തിയും ഉള്ള ഫിസിക് സ്ട്രക്ചറും ഉണ്ടായിരുന്നു നിയാൻഡർതാൽ മനുഷ്യന്. പക്ഷേ ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആകെ അവശേഷിച്ചിട്ടുള്ളത് ഇത്രയൊക്കെ ശക്തിയും സുശക്തനും സുപ്രധാനിയുമായിരുന്ന ഹോമോ നിയാൻഡർതാലൻസസ് അല്ല, താരതമ്യേന ദുർബലനായിട്ടുള്ള ഹോമോസാപ്പിയനാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഹ്യൂമൻ കൈൻഡിൽ ഇൻബിൽട്ടായിട്ട് കിടക്കുന്ന സാധനമാണ് ക്രൂരത. ക്രൂരതയുടെ നിയാൻഡർതാൽ മനുഷ്യൻ നശിച്ചു പോകാനുള്ള കാരണം അവൻ്റെ ഇമോഷണൽ EQ വളരെ കൂടുതലായിരുന്നു. അവൻ്റെ സഹജീവിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ സ്വയം ബലി കൊടുത്തുകൊണ്ട് ആ സംഭവത്തെ തരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നമുക്കറിയാം മറ്റ് ജീവിവർഗങ്ങളിൽ നിന്നും വ്യതിരിക്തമായിട്ട് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡിൻ്റെ ഒരു പ്രത്യേകത, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് ചുറ്റുപാടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. തലച്ചോറിൻ്റെ കഴുത്ത് ഉറയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, നിവർന്ന് നിൽക്കാൻ വേണ്ടി പരിണാമം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഇൻകേപ്പബിലിറ്റിയാണ് ഈ സംഗതി. അപ്പം ഈ ഹ്യൂമൻ കൈൻഡിനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഹോമോസാപ്പിയനെ സംബന്ധിച്ചിടത്തോളം ക്രൂരത അവൻ്റെ ബ്ലഡിൽ അലിഞ്ഞു കിടക്കുകയാണ്. ജനിച്ച ഒരു ശിശുവിന് തൻ്റെ സമൂഹമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, സോഷ്യൽ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എപ്പോഴും മനുഷ്യകുലത്തിൻ്റെ സ്പീഷീസിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത് ചുറ്റുമുള്ള മനുഷ്യരാൽ ഇടപഴകി അവൻ്റെ സപ്പോർട്ടാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രനായിട്ട് ജീവിച്ചു വരിക എന്നുള്ളത് പരിണാമപരമായി തന്നെ ഇംപോസിബിളാണ്. അതുകൊണ്ടാണ് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ്റെ ജനിതക ഗുണം കാണിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നീതി എന്ന് പറയുന്ന സാധനം അബറേഷനാണ്, ക്രൂരതയാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള സ്വഭാവം. അതുകൊണ്ടാണത് പ്രശ്നം വരുമ്പം നമ്മൾക്ക് എല്ലാവരും വേണ്ടി വരികയും പ്രശ്നം കഴിയുമ്പം ക്രൂരത ജന്യമായിട്ട് വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും ചോദ്യം? ഓൺലി 9 minutes. Hello, good morning. When you were talking about being patriotic, like you were talking about being patriotic, like India is my country. Like I don't think that many of us remember the pledge, national anthem, because till date I'm glad that we sing it before or after school or classes or whatsoever. But then one thing, I was brought up in Gujarat. I've been in Gujarat half my life, like till now. And the difference I find there and here is that there we used to celebrate Republic Day, we used to celebrate Independence Day, we used to hoist the flag. Everybody, compulsory, it was compulsory for everybody to be there. And when you see that flag, like, fluttering in the wind, you get that sense of, yes, I am an Indian and I'm proud to be an Indian. What I don't find here in Kerala is that it's not compulsory to see your flag. It's not compulsory to be there. It's if you want to come, you come. And everybody likes a holiday. So don't you think that like these national festivals and national celebrations actually make a difference when it comes to the sense of being a part of a nation? I think so, absolutely. So I grew up in a defense township. You know, so for me, I grew up in a world which I thought was what India was really like. It was only when I stepped out of it that I realized that that wasn't how India was. Because, for instance, in the township I lived in, we had a temple, we had a church, we had a gurudwara and a mosque, all on the same line. You know, so you never thought about it. It never, you know, there was no politics of any sort. And for Republic Day, for Diwali, for Onam, for you know, Pongal, everything, everybody celebrated it. It truly was what India could be. Unfortunately, I stepped out of it, and so for me, Independence Day, Republic Day, all of that was very important. The 11:10 bell on January 30th, where you know, when the Mahatma was shot down, all of that, all of those things was part of our ecosystem, really.
there would be a siren that would go on in the township. So people in their homes would drop everything and observe that 2 minutes of silence, no matter whether it was a school day or a holiday. But now what has happened is we have it easy, so we don't really value what we have, which is why if you were to look at, say, a country like the United States, where July 4th is a big thing. It's truly a big thing. Or when they have the Memorial Day, which is for the people who died in battle. It's about, look, we are respecting the contribution that these people made. We have a Army Divas, but how many of us know what it is? So I think somewhere, because we are a huge country and we are so divided a country, we need more and more things to unify us. And the state organizations don't see that as important. So I guess it's something that has to come from people like you and your generation, where you have to start saying that, look, I believe this is my country. I believe I owe my allegiance to this company. It's not about, okay, let me finish my post-graduation and see if I can get admission into Brown University or Berkeley or wherever and go and my life is set. It has to be about what do you, like I said, it's like, I think that old thing about during Second World War, ask not what the country will do for you, ask what you will do for the country. Yeah. I had a quick follow-up question on the national sentiment part that you said. See, national sentiment is because you made a country. A country or a nation state is an imaginary line given by your politician, right? It changes. For us, it changed in 1947. Like, you divided. People who were your brothers one day before became your enemies. Germany changed the line 6 times in the last 100 years. They fought together, they fought against each other. So should that be the unifying thing, a national sentiment? Because if that is the thing, when you draw a new line, that means the person who was your brother, you're going to kill him the next day because you're in a fight. Should that be the national unification thing? No, I don't believe in boundaries. Absolutely, I don't believe in boundaries at all. Unfortunately, we live in a world which is carved into units. There is no escaping that. So I'm talking about in a ideal world, in a utopian world that I would like to see, there would be no boundaries, there would be no refugees, there would be no sense of him and me or she and I, that kind of thing. Unfortunately, we live in a world which is controlled by a group of people. The larger population doesn't have a say in it. So I'm not saying that you have to hate your neighbor to love your country. I'm just saying that just see what you can do for your neighbor, for instance. See what you can do for the person living in the next street. It shouldn't have to be about me and just my comfort. It shouldn't just have to be about me and my family and our needs and demands. That sense of entitlement, if we can just kind of tone that down a bit, I think that would be a start to unification of national sentiment. I'm not talking about having, artificial symbols. A flag is an artificial symbol. I'm not saying, but in a country where you have an education that is so disparate, you start needing symbols to represent an identity more than anything else. That's about it. നിങ്ങൾ ഗുജറാത്തിൽ കണ്ടതിൻ്റെ പേര് പിന്നെ ദേശീയതയുടെ കുപ്പായമിട്ട ഫാഷിസം എന്നും കേരളത്തിൽ കണ്ടതിൻ്റെ പേര് ജനാധിപത്യം എന്നുമാണ്. വെരി സിമ്പിൾ. സമയപരിമിതി മൂലം നമ്മുടെ സെഷൻ അവസാനിക്കുകയാണ്.